ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇത്രത്തോളം ഒരു ഹാപ്പിയിൽ തുടക്കം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ആഗ്രഹിച്ചതും ഒരു ശരാശരി ഫുട്ബോൾ പ്രേമി ആഗ്രഹിച്ച ഒരു കളി, ദ അൺബിലീവബിൾ കംബാക്ക്. അതായിരുന്നു ഇന്നലെ അവിടെ നമ്മൾ കണ്ടത്. എൻ്റെ പൊന്നോ, ഇതുപോലൊരു കളി കണ്ടിട്ടേ ഇല്ല. റീസെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കംബാക്ക് യുണൈറ്റഡിൻ്റെ അടുത്ത് ഉണ്ടായിട്ട് തന്നെ ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ യുണൈറ്റഡ് ഫാൻസിനും അറിയാൻ പറ്റും. അത് ഹാപ്പി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയില്ലേ, അബ്സല്യൂട്ട് സിനിമ, ദ പ്യുവർ ഡ്രാമ. ഇത് ശരിക്കും ഈ ഒരു മാച്ചിന് ശരിക്കും നമ്മുടെ സുഡാനി ഫ്രം നൈജീരിയയിലെ ഒരു ഡയലോഗ് ഉണ്ട് സൗബിന് പറയുന്നത്. കറക്റ്റ് നമുക്കിതിന് മാച്ചാവും. കളി എത്ര തോറ്റിരിക്കുകയാണ് അല്ലെ എത്ര ഡ്രോ ആയിരിക്കുകയാണ്, ലാസ്റ്റ് അവസാന നിമിഷം വരെ നമുക്കൊരു മനസ്സിലൊരു തോന്നലുണ്ടാവുമല്ലോ, എങ്ങനെയെങ്കിലും നമ്മൾ തിരിച്ചടിക്കും. അതാണ് ഇന്നലെ സംഭവിച്ചത്. കളി മിസ്സായവർക്ക് അയ്യോ എൻ്റെ പൊന്നോ, അതൊരു മിസ്സ് തന്നെയായിരിക്കും. പിന്നെ ഞാനിന്നൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കുറേ പേര് കമൻസ് ഇട്ടിട്ടുണ്ട്. അവർക്ക് ലക്കാസെറ്റിൻ്റെ പെനാൽറ്റി കിട്ടിയപ്പോൾ ഓഫ് ചെയ്ത് പോയി. മിസ്സാണ് ബ്രോ, മിസ്സാണ്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കളി തോക്കുകയോ ജയിക്കുകയോ എന്തോ ആയിക്കോട്ടെ, ടിൽ ഡൈ നമ്മൾ യുണൈറ്റഡ് ആണ്. അപ്പം നമ്മൾ യുണൈറ്റഡിൻ്റെ കളി ഫുള്ളായിട്ട് കാണുക. അതാണ് ഇന്നലെ ചെയ്തത്. മിസ്റ്റേക്ക് ആയിരിക്കും എല്ലാവർക്കും. മിസ്സായവർക്ക് മിസ്സാണ്, ഒരു വൻ മിസ് തന്നെയാണത്. കുറേ ആൾക്കാർ ഇടുന്ന പല വീഡിയോസിലും മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ ആയിക്കോട്ടെ, ആർസണലിൻ്റെ ആയിക്കോട്ടെ, ലിവർപൂളിൻ്റെ ആയിക്കോട്ടെ, പല പേരും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, നീ ഈ ചാനൽ പൂട്ടിയിട്ട് പോയിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമിനെ സപ്പോർട്ട് ചെയ്തോ. അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം ഇതെല്ലാം കുഞ്ഞുനാൾ തൊട്ടിട്ട് നമ്മുടെ മനസ്സിൽ കയറിപ്പോയതാണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ തോറ്റാലായിക്കോട്ടെ, ജയിച്ചാലായിക്കോട്ടെ, ഡ്രോ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ടിൽ ആൻഡ് യുണൈറ്റഡ് തന്നെയാണ്. വിശ്വാസം എപ്പോഴും ഒരു മനസ്സിലൊരു വിശ്വാസമാണ്. ഏതെങ്കിലും ഒരു കാലം ആ പഴയ പ്രതാപകാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകും. അതിനൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു ചുവട്ടുപടികൾ, എന്താണ് നമ്മൾ പറയുക, ഓരോ സ്റ്റെപ്സാണിത്. ആ സ്റ്റെപ്പ് നമ്മളിങ്ങനെ പതിയെ കയറുകയാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. എനിക്ക് നല്ലപോലെ ഉണ്ട്, ബാക്കിയുള്ള യുണൈറ്റഡ് ഫാൻസിനും ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലത്തെ കളി ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാം. ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, പക്ഷേ ത്രൂ ഔട്ട് നല്ല കളിയായിരുന്നു. പക്ഷേ മെയിൻ നമുക്ക് ആ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് 90 മിനിറ്റ്സിൽ തന്നെ തീർക്കേണ്ട കളിയാണ്. സത്യം തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ 2-0 ലീഡ്. എന്താ പറയുക, അത് കണ്ടാൽ തന്നെ എല്ലാവരും എന്താ വിചാരിക്കുക, ഓ തീരുമാനമായി, കിട്ടി. ഞാനൊക്കെ കിട്ടി തന്നെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ ആ ഒരു 60 മിനിറ്റിന് ശേഷം ഉണ്ടല്ലോ, ഇവന്മാർ മെല്ലനെ പതിയെ പിന്നോട്ട് വലിഞ്ഞു, ഡിഫെൻസീവായിട്ട് കളിക്കാൻ തുടങ്ങി. അതിലാണ് പണി കിട്ടിയത്. അതിൽ നല്ലപോലെ പണി കിട്ടി. അവന്മാർ ഫസ്റ്റ് 70 അടിച്ചു. പിന്നെ അതാടി ഓൺ ദ സ്പോട്ടിൽ 77 തന്നെ 7 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ അടുത്തതും അടിച്ചു. അതിൽ പണി തീരുമാനമായി. ഞാൻ വിചാരിച്ചു ഒനാനയും കൂടി പെനാൽറ്റി ഷൂട്ട് ഔട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അയ്യോ പൊന്നെ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. തീരുമാനമാകും പെനാൽറ്റി എത്തിക്കല്ലേ. കറക്റ്റ് ടൈമിൽ 89-ാം മിനിറ്റിൽ ടൊളീസോക്ക് സെക്കൻഡ് യെല്ലോ കാർഡും കിട്ടി, റെഡായി. അപ്പോഴും ഇങ്ങനെ വിചാരിച്ച് എന്താണിപ്പോൾ സംഭവിക്കുക, ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. എക്സ്ട്രാ ടൈമിൽ എങ്ങനെയെങ്കിലും അടിക്കണം. പക്ഷേ ഇത് നേരെ തിരിച്ചിട്ട് എക്സ്ട്രാ ടൈം കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിലെ എക്സ്ട്രാ ടൈമിൽ നോക്കുമ്പോൾ അത് അവന്മാരടിക്കുന്നു. അവന്മാർ ഒന്ന് അടിച്ചത് മാത്രമല്ലാണ്ട് പിന്നെയും പെനാൽറ്റിയും. അയ്യോ, ഇത് കൈവിട്ടു പോയി. ശരിക്കും ആ ഒരു കളീൻ്റെ ഇടയ്ക്ക് ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്, ഒരു യുണൈറ്റഡ് ആരാധകൻ, ഒരു കൊച്ചു യുണൈറ്റഡ് ആരാധകൻ. അവൻ്റെ ആ ഒരു കരച്ചിലുണ്ടായിരുന്നു. അതായത് നമ്മൾ ആ 4-2 നിൽക്കുമ്പം ലക്കാസെറ്റിൻ്റെ പെനാൽറ്റിക്ക് ശേഷമാണ് ഗാലറിയിൽ അവനെ കാണിച്ചത്. ആ സെയിം അവസ്ഥയായിരുന്നു എൻ്റെയൊക്കെ അവസ്ഥ. അത് തന്നെയായിരുന്നു. കണ്ണിന്ന് വെള്ളം വന്നിട്ടില്ല എന്നാണ്. പിന്നെ ബ്രൂണോ ഒന്ന് അടിച്ച് പിന്നെ നെന്നടിക്കാൻ തുടങ്ങി. അയ്യോ പടച്ചോൻ, ഇത് എന്താ, ഇവന്മാരെ തിരിച്ചടിക്കുമോ. ഓൺ ദ സ്പോട്ടിൽ തന്നെ മൈനുവിൻ്റെ ആ ഒരു ഗോള് ബ്രില്യൻ്റ് എന്ന് പറയണം. കാരണം മൈനു കഴിഞ്ഞ സീസണിലും വോൾസിൻ്റെ കൂടെ ഇതേപോലെ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു സെയിം. പക്ഷെ അത് വോൾസിൻ്റെ കൂടെ ഇതിലും ബെറ്റർ ആയിട്ടാണ് അടിച്ചത്. പക്ഷേ ഈ ഗോളിനെ നമ്മൾ ഇതാക്കാൻ പാടില്ല. അടിപൊളി ഗോളായിരുന്നു, സൂപ്പർ ഗോളായിരുന്നു. പിന്നെ ലാസ്റ്റ് അതാടി നമ്മുടെ സ്വന്തം അണ്ണൻ മഗ്വയർ. അതായത് ഫിനിക്സ് പക്ഷികളെ പോലെ ഫിനിക്സ് പക്ഷിനോട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ
അത് മഗ്വയറാണ്, ഹാരി മഗ്വയർ. എത്രത്തോളം കുറ്റം പറഞ്ഞോ, എത്രത്തോളം ചവിട്ടി താത്താൻ നോക്കിയോ, അതൊന്നും ഇല്ലാണ്ട് ഫിനിക്സ് പക്ഷീനെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന താരം ഹാരി മഗ്വയർ. കുറേ പേര്, കുറേ പ്ലെയേഴ്സ് നമ്മുടെ യുണൈറ്റഡിലും ഉണ്ട്, വേറെ ടീമിലും ഉണ്ട്, ആയിക്കോട്ടെ, കണ്ട് പഠിക്കണ്ട. അതായത് ഒരു ലെജൻഡറി സാധനമാണ്. പക്ക ഒരു സിനിമയൊക്കെ എടുക്കാം, പക്കായിട്ടൊരു ഫിലിം, പക്ക ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ ഒരു ലെജൻഡറി പടം നമുക്ക് ഹാരി മഗ്വയറിനെ വെച്ചെടുക്കാൻ പറ്റും. അത്രത്തോളം പുള്ളിക്കാരൻ പുള്ളിയുടെ കരിയറിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഇന്നലെ അമോറിം തന്നെ പറഞ്ഞു, എൻ്റെ ടീമിൽ തല കൊണ്ട് ഗോളടിക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്ലെയറേ ഉള്ളൂ, ഹെഡ് ചെയ്ത് ഗോളാക്കാൻ പറ്റിയ ഒരേ ഒരു പ്ലെയറേ ഉള്ളൂ, ദാറ്റ് ഈസ് ഹാരി മഗ്വയർ. പിന്നെ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, ഇന്നലത്തെ കളി എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തുടക്കം തന്നെ പറയാം, ദ 12th മാൻ, ആ 12ാമൻ, അതായത് നമ്മുടെ ഓൾഡ് ട്രാഫോർഡിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, അയ്യോ ഇതുവരെ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടിട്ടില്ല. അതിൻ്റെ കളിയുടെ 2 ദിവസം മുന്നേ തന്നെ കണ്ടിരുന്നു, ബാനറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരു അൺബിലീവബിൾ സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അത് പക്ക വർക്കൗട്ട് ചെയ്തു. എന്തായിരുന്നു സെറ്റപ്പ്, ആ ഒരു അറ്റ്മോസ്ഫിയർ അത് പൊളിച്ചു. ശരിക്കും ആ ഒരു ഹാങ് ഓവർ നമുക്ക് ഉണ്ടായിരുന്നു, ആ ഒരു ഊർജ്ജം, ഫാൻസ് തന്നൊരു ഊർജ്ജമാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത്. എല്ലാവരും ഈ കസമീറോനെ കുറിച്ച് എടുത്ത് പറയുക ചെയ്യണം. മഗ്വയറിനെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കസമീറോനെ മാറ്റി വെക്കാനേ പാടില്ല. ദ പ്രൈം കസമീറോ, ആ റിയൽ മാഡ്രിഡിലെ കസമീറോയുടെ സീസണും തുടക്കത്തിൽ കുറച്ച് ഇതായിരുന്നു, പിന്നെ ടെൻഹാഗിൻ്റെ ടൈമിലും കുറച്ച് പുള്ളി ബാക്കോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 2 to 3 4 to 5 മാച്ചസ് ആയിക്കോട്ടെ, എടുത്ത് നോക്കിയാൽ കാണും നമ്മൾ പുതിയ വാങ്ങിയ ഉഗാർട്ടേനേക്കാളും മുന്നിൽ. അതായത് ഇത്രയും ഏജായിട്ടും 120 മിനിറ്റ്സ് ത്രൂ ഔട്ട് പുള്ളി കളിച്ചു. അയ്യോ, കസമീറോ ഒരു രക്ഷയില്ല. ആ മൈനോന് കൊടുത്ത പാസ്സൊക്കെ ഉണ്ടല്ലോ, ഏത് ജാതി പാസ്സാണ് അത്, ചെത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയായിരുന്നു. പിന്നെ ഡിഫൻസിലായിക്കോട്ടെ, ത്രൂ ഔട്ട് കളിയിൽ എല്ലാവരും നല്ല. ഇന്നലെ ഒനാനേനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വെറുത്ത് കുട്ടി ശങ്കരനോട് വെറുപ്പിൻ്റെ അങ്ങേയറ്റമായി കുട്ടി ശങ്കരനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞ പോലെ ഒനാനോട് ഇന്നലെ എന്തൊക്കെയോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം നല്ലപോലെ സേവ് ചെയ്തു. പക്ഷെ അവൻ്റെ ആ ഒരു സെലിബ്രേഷൻ അത് വേണ്ടായിരുന്നു. ലിയോൺ ഫാൻസിൻ്റെ മുന്നിൽ പോയിട്ട് അവ അടി ചോദിച്ച് വാങ്ങുകയാണ്. മാറ്റിച്ചിൻ്റെ ചിരിയൊക്കെ കണ്ടിട്ട് മാറ്റിച്ച് അടി ആയിക്കോട്ടെ അവനാനായിട്ട്, പക്ഷെ മാറ്റിച്ചൊക്കെ നമ്മുടെ റെഡ് ഡബിലായിട്ട് കളിച്ചിട്ട് പോയതല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പാടില്ല, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊട്ടിയാൽ പോയി. ഇവന് ഒനാനയുടെ വലയിൽ ഗോൾ അടിക്കുമ്പോൾ ഇവന് ഭയങ്കര സന്തോഷമാണ്. എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ബ്രൂണോ ആയിക്കോട്ടെ, ഗർനാച്ചോ ഇന്നലെ നല്ലപോലെ കളിച്ചു. ഗർനാച്ചോന് കിട്ടിയ ആ സെക്കൻഡ് ഹാഫിൽ കിട്ടിയ ആ ഒരു ചാൻസ് ഉണ്ടല്ലോ, അത് അവൻ മുതലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോയി. അവനൊന്ന് ഉരുട്ടിയിട്ടെങ്കിലും അടിച്ചാൽ മതിയായിരുന്നു. അവനിപ്പോൾ എല്ലാ പവറും എടുത്തിന്, പക്ഷെ പവർ ഷൂട്ടാണെങ്കിലും സാധനം നേരെ കയ്യിൽ തന്നെ ആയിപ്പോയി. അതാ പറ്റിയത്. പിന്നെ നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സംഭവം നടന്നത് ഫസ്റ്റ് ഹാഫിൽ ബ്രൂണോൻ്റെ ഒരു വോളി. അയ്യോ, പുസ്കാസ് ലെവൽ ഹൈറ്റായിരുന്നത്. അതെങ്ങാനും കയറിയിരുന്നെങ്കിൽ 100% അത് പുസ്കാസ് കണ്ടൻറ്ററിൽ ഉണ്ടാവുമായിരുന്നു. എന്ത് സാധനം അത്, അടിപൊളി വോളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മിസ്സാണ്. ഗോളിക്ക് തൊടാൻ പോലും പറ്റിയില്ല. അത് ബാറിന് തട്ടിപ്പോയി. ബാറിന് തട്ടിയിട്ടെങ്കിലും ഒന്ന് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു പോയി. ബ്രൂണോന് അത് ഭയങ്കര ഒരു കിട്ടലായിരിക്കും. അടിപൊളി അറ്റംപ്റ്റ് ആയിരുന്നു അത്, സൂപ്പർ ഡൂപ്പർ അറ്റംപ്റ്റ്. ഇന്നലത്തെ മാച്ചിൽ ത്രൂ ഔട്ട് എല്ലാവരും നല്ലപോലെ കളിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഉഗാർട്ടെ കസമീറോ കോംബോ വരുമ്പം ഉഗാർട്ടെ കുറച്ചുകൂടി ഫ്രീ ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. സാധാരണ ഉഗാർട്ടോ ബ്രൂണോ വരുന്നേരം ബ്രൂണോ ആണ് കുറച്ച് ഉഗാർട്ടോ ഡീപ്പായിട്ട് കളിച്ചിട്ടായിരുന്നു ഉണ്ടാവല്. പക്ഷേ ഈ കസമീറോൻ്റെ കൂടെ 2-3 കളി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്താ ഒരു ഇത് കിട്ടാതെ. പക്ഷേ ഇന്നലെ അത് പക്കാ വർക്കൗട്ടായി. ശരിക്കും കസമീറോ ആ ഡീപ്പിൽ പോയപ്പോൾ ഉഗാർട്ട് ശരിക്കും ഫ്രണ്ടിലാണ്. ആ ഫസ്റ്റത്തെ ഉഗാർട്ടേൻ്റെ ഗോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അവിടെ ശരിക്കും നമ്മുടെ സ്ട്രൈക്കർ ഉണ്ടാവേണ്ട പൊസിഷനിൽ ഇവൻ വന്ന് നിന്നിട്ടുണ്ട്. അവിടെ എന്ത് സിമ്പിളായിട്ടാണ് ഫസ്റ്റത്തെ ഗോൾ അടിച്ച് കയറ്റിയത്. നല്ല ബിൽഡപ്പ് ആയിരുന്നത്, നല്ല ബിൽഡപ്പ് പ്ലേ ആയിരുന്നു. ഗർനാച്ചോൻ്റെ നല്ല അടിപൊളി പാസ്സായിരുന്നത്. അതൊക്കെ നമ്മൾ എടുത്ത് തന്നെ പറയണം. പിന്നെ ഇന്നലെ ഹോയിലുണ്ട് നല്ലപോലെ കളിച്ചു. കുറേ കുറ്റം പറഞ്ഞ ഹോയിലുണ്ടാണ്, നമുക്ക് ആകെയുള്ളൊരു സ്ട്രൈക്കറാണ്. അപ്പോൾ ഇന്നലെ അവൻ കുറേ നല്ലപോലെ ഹോൾഡ് ചെയ്ത് ബോൾ, അതായത് നല്ലപോലെ ഡിഫൻഡറിൻ്റെ കൂടെ മാറി നിന്ന് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ പ്ലെയേഴ്സിനെ തന്നെ ഫ്രീ ആക്കി. ബ്രൂണോനെയൊക്കെ കുറേ ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനൊരു ഗോൾ അടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു.
ഡോർഗുവിൻ്റെ നല്ല ഒരു ഗ്രൗണ്ട് ക്രോസ് വന്നതായിരുന്നു, പക്ഷേ അത് അടിക്കാൻ പറ്റിയില്ല, കണക്ട് ചെയ്യാൻ പറ്റിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. വരും കളികളിൽ ഇതേ ഇമ്പ്രൂവ്മെൻറ്റ് ഹോയിലുണ്ട് കുറച്ചും കൂടി ഇമ്പ്രൂവായി മുന്നോട്ട് തന്നെ വരട്ടെ. കാരണം അവനിപ്പോൾ ഒരു ഭയങ്കര ഒരു പ്രഷർ സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും അവന് രക്ഷപ്പെടണമെങ്കിൽ അവൻ ഒരു ഗോൾ അടിച്ചേ മതിയാവുള്ളൂ. കാരണം ആ ഒരു ഗോൾ ഡ്രൗട്ട് തീരാണ്ട് ഹോയിലുണ്ടെന്ന് ഒരു രക്ഷപ്പെടലുണ്ടാവില്ല. അത് സത്യം തന്നെയാണ്. ഹോയിലുണ്ട് എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിച്ച് ഒന്ന് സെറ്റായി ഒന്ന് തിരിച്ചു വരണം. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ലൈനപ്പ് കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഒരൊറ്റ സ്ട്രൈക്കർ 2 പേര്, ഹോയിലുണ്ടും നമ്മുടെ ഇവരെ ഗർനാച്ചോ, വേറെ ഒരാളും ഇല്ല. അതാണ് അവസ്ഥ. പിന്നെ ഇപ്പോൾ എന്തായാലും ഇൻ ടു ദ സെമീസ് നല്ലപോലെ കളിച്ചിട്ട് തന്നെ സെമിയിലെത്തിയിട്ടുണ്ട്. ഇത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രത്തോളം, അതായത് ലാസ്റ്റ് 6 മിനിറ്റ്സിൽ 3 ഗോൾസ്, അതും 2 മിനിറ്റിൽ 2 ഗോൾ. ഓൾഡ് ട്രാഫോർഡ് നിന്ന് കത്തുകയായിരുന്നു. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ സെമിയിലെത്തിയിട്ടുണ്ടെങ്കിൽ ആ യൂറോപ്പ ലീഗ് അടിച്ചേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ പോട്ടെ എന്നാണെങ്കിൽ ഇവന്മാർക്ക് വിടായിരുന്നു. പക്ഷേ പ്ലേയേഴ്സിനും ഇന്നലെ വിടാൻ തോന്നിയില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് അമോറിം ഇത്രത്തോളം സന്തോഷിച്ചിട്ട് അമോറിമിൻ്റെ മുഖത്തൊരു ചിരി, ഗ്രൗണ്ടിൽ നിന്ന് അമോറിം ചിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത്. ഗോൾ അടിച്ച് ചിരിക്കും, പക്ഷെ പുള്ളി സെലിബ്രേറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇന്നലെ അത് കണ്ടു. അലക്സ് ഫെർഗൂസനെയൊക്കെ എന്തായിരുന്നു പുള്ളിയുടെയൊക്കെ സന്തോഷം. കാരണം എല്ലാവരും ആഗ്രഹിച്ചതാണ് ഈ ഒരു പ്രകടനം, ഇങ്ങനെ ഒരു തിരിച്ചു വരവ് നോക്കൗട്ട് സ്റ്റേജിൽ, ഇങ്ങനെ 120 മിനിറ്റ്സിൽ ഇങ്ങനെ ഒരു തിരിച്ചു വരവ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ഒരാളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എക്സ്ട്രാ ടൈമിൽ ഡൈയിങ് മിനിറ്റ്സിൽ ഇതുപോലെ ഒരു കംബാക്ക് ആഘോഷിക്കണം, സന്തോഷിക്കണം, എല്ലാവരും ആഘോഷിക്കണം. അതുപോലത്തെ കളിയായിരുന്നു ഇന്നലെ. പിന്നെ ഇന്നലെ ഡോർഗുവിൻ്റെ അടുത്ത് കുറച്ച് മിസ്റ്റേക്കുകൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഡോർഗു ഒരു അയന്ന കളി എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. ചില ടൈമിൽ പുള്ളിക്ക് ബോള് പ്രഷർ ചെയ്ത് എടുക്കാൻ ഒരു താല്പര്യമില്ലാത്ത പോലെയും അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി കളിക്കുക. പിന്നെ യോറോ ഇന്നലെ നല്ലപോലെ കളിച്ചു, പക്ഷേ ചില ടൈമിൽ അവൻ നല്ല പാസ്സായിരിക്കും, അവൻ ബാക്ക് പാസ്സൊക്കെ കൊടുക്കുന്നതായിരിക്കും, പക്ഷേ അത് നേരെ ലിയോണിൻ്റെ കാലിലായിരിക്കും, ലിയോൺ പ്ലേയേഴ്സിൻ്റെ കാലിലായിരിക്കും. അത് ശരിക്കൊരു ഡേഞ്ചറാണ്. അതൊക്കെ സെറ്റായി വരും. പിന്നെ നമ്മൾ ന്യൂ കാസിലിൻ്റെ കൂടെ ഞാൻ കളി കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ലിൻഡലോഫ് സെൻറ്റർ ബാക്കായിട്ട് വന്നത് ചങ്ങായിനെ കൊണ്ടൊന്ന് കൂട്ടിയാൽ കൂടൂല. പക്ഷെ പിന്നെ നമുക്ക് വേറൊരു സെൻറ്റർ ബാക്ക് ഇല്ല. മഗ്വയറിനെ നമ്മൾ അന്നും കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മഗ്വയറിന് ഇന്നലെ കണ്ടതുപോലെ കാണാൻ പറ്റില്ലായിരുന്നു. മഗ്വയറിന് ആ ഒരു ഫുള്ള് റെസ്റ്റ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ്റെ ഫുള്ള് കളി ശരിക്ക് ഒരു സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ, സ്ട്രൈക്കും ആയിക്കോട്ടെ ഡിഫെൻസും ആയിക്കോട്ടെ, ത്രൂ ഔട്ട് മഗ്വയർ വേറെ ലെവൽ കളിയാണ് കളിച്ചത്. അപ്പോൾ അതാണ് മഗ്വയർ അല്ലെങ്കിൽ ഡിലൈറ്റ്, ഇവനാണ് നമ്മുടെ ഡിഫെൻസിൻ്റെ ഹാർട്ട്. ആ സെൻറ്റർ ബാക്ക് അവരുണ്ടാകുന്നില്ല. ഇന്നലെ മഗ്വയർ എത്രത്തോളം ബ്ലോക്കും ഇൻ്റർസെപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയായിരുന്നു ഇന്നലത്തെ കളി. മിസ്സായവർക്ക് ഭയങ്കര ഒരു മിസ്സായിരിക്കും. അതെങ്ങനെയെങ്കിലും അവർ 90 മിനിറ്റ്സ് പ്ലസ് എക്സ്ട്രാ ടൈം ഹൈലൈറ്റ്സ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം. ഞാൻ വീണ്ടും അതിൻ്റെ ഷോർട്ട് ഹൈലൈറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു രസം അത് കണ്ടിരിക്കാൻ. നമ്മുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ഒക്കെ ഫുള്ള് മാറിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇനി അത്ലറ്റിക്കോ ആണ് ടീം, സ്പാനിഷ് ടീമാണ് സെമി ഫൈനലിൽ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയായിരുന്നു അവർ ഈ ഒരു സീസണിൽ യൂറോപ്പ ലീഗ് അടിക്കാനുള്ള 2 ചാൻസ് കൊടുത്ത ടീമുകൾ, ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒന്ന് ഈ അത്ലറ്റിക്കോ ബിൽബാവുമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ഇതുണ്ട്, എന്താണ്, നോക്കൗട്ട് സ്റ്റേജസിൽ സ്പാനിഷ് ടീമിനോട് തോറ്റ് പുറത്താവുക. അത് ഒരു കടമ നമ്മൾ കഴിഞ്ഞു റിയൽ സൊസീഡാഡിൻ്റെ കൂടെ. ഇനി ഈ സെമി അത്ലറ്റിക്കോ ബിൽബാവിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും അതും കൂടി ഒന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മിക്കവാറും ടോട്ടൻഹാം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫൈനലിൽ ടോട്ടൻഹാം ആയിരിക്കും. കാരണം ടോട്ടൻഹാമിന് ബോഡോനെയാണ് കിട്ടിയിരിക്കുന്നത്. ബോഡോനെ അട്ടിമറിച്ച് കയറി വരുമോ എന്താണെന്നറിയില്ല. നമുക്ക് നമ്മുടെ കാര്യമാണ് ഫസ്റ്റ്. ഇനി ഒരു സ്റ്റെപ്പും കൂടി കടന്ന് ആ ഒരു ഫൈനലിലേക്ക് എത്തുക, എങ്ങനെയെങ്കിലും എത്തുക. കാരണം ഈ ഒരു യൂറോപ്പ ലീഗ് ഇല്ലെങ്കിൽ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് കിട്ടില്ല. ചാമ്പ്യൻസ് ലീഗ് ഇല്ലെങ്കിൽ അത്യാവശ്യം പ്ലേയേഴ്സിനെ പറ്റില്ല. നമുക്ക് അത്യാവശ്യം പ്ലേയേഴ്സ് വരണമെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് നിർബന്ധമാണ്. പിന്നെ ഇന്നലെ ആ ചെറുക്കി ഉണ്ടല്ലോ, നമ്മളവനെ ലിങ്ക്ഡാണ്, റൂമേഴ്സ് ഉണ്ട്, 25 മില്യണേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആരെയും പൊക്കിക്കൊണ്ടുപോകുന്നതിന് മുന്നേ അവനെ ഒന്ന് ഓൾഡ് ട്രാഫോർഡിൽ എത്തിക്കണം. എൻ്റെ പൊന്നി ഇനിയോസെ 25 മില്യൺ അല്ലേ, എടുത്ത് അങ്ങ് സൈൻ ചെയ്താളാം, ഒന്നും നോക്കണ്ട. എന്താ പ്ലെയർ, അടിപൊളി പ്ലെയറാണ്.
ലെഫ്റ്റ് റൈറ്റ് 2 ഫൂട്ടിലും നല്ലപോലെ കളിക്കുന്ന സൂപ്പർ പ്ലെയറാണ്. അമോറിമിന് കിട്ടി, അമോറിമിൻ്റെ സിസ്റ്റത്തിലേക്ക് അവൻ വന്നു കഴിഞ്ഞാൽ അതൊരു പ്യുവർ എഡിഷൻ ആയിരിക്കും, നല്ലൊരു എഡിഷൻ ആയിരിക്കും. അത് നിർബന്ധമായിട്ട് ആ ചെർക്കീനെ പൊക്കേണ്ടതാണ്. കുറേ ന്യൂസുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചെർക്കീൻ്റെത്. നല്ല നല്ല പ്ലെയർ. ഞാൻ ഇതുവരെ കളി കണ്ടിട്ടായിരുന്നു, ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗുമാണ് കണ്ടത്. 2ലും അവൻ ഗോൾ അടിച്ചിരുന്നു നമുക്കെതിരെ. അവൻ വരട്ടെ, ചെർക്കി വരട്ടെ. അപ്പോൾ എന്തായാലും സെമി ഫൈനലിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. 29th എങ്ങാനാന്ന് തോന്നുന്നുണ്ട് ഫസ്റ്റ് ലെഗ് വരുന്നത്. ഫസ്റ്റ് ലെഗ് എവയാണ്, സെക്കൻഡ് ലെഗ് ഇതുപോലെ തന്നെ ഓൾഡ് ട്രാഫോർഡ്. ഒന്നും പറയാനില്ല ഓൾഡ് ട്രാഫോർഡിനെ കുറിച്ചിട്ട്. ആ പഴയ ഫോസ്റ്റേഴ്സ് കയറി വരികയാണ് നമുക്ക്. അതായത് എല്ലാവർക്കും ഇനി പേടി വരണം, മുട്ട് വിറക്കണം. ഓൾഡ് ട്രാഫോർഡ് എന്ന് കേട്ടാൽ മുട്ട് വിറക്കണം. അതിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ആ 12th മാനിന് സ്പെഷ്യൽ സല്യൂട്ട്. അയ്യോ, വേറെ ലെവലാക്കി ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.